ഇതുണ്ടോ, ഇതാണ് ബ്രെഡ് ഉപ്പുമ. ബ്രെഡ് പലാവ് എന്നും പറയും കേട്ടോ. ഇതിന് എന്തെന്നറിയോ, ബ്രെഡ് പലാവ് എന്നല്ല, ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രെഡ് പലാവ്, ബ്രെഡ് ബാത്ത് എന്താ വേണമെങ്കിലും പറയാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈവനിങ് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് മോർണിംഗ് ലഞ്ച് ബോക്സ് കൊടുക്കാനും നമുക്കും കൂടെ കഴിക്കാനും സൂപ്പറാണ്. കാരണം ഇത് ഭയങ്കര തണുപ്പല്ലേ, തണുപ്പുള്ള സമയത്തൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് കട്ടൻ ചായയുടെ കൂടെ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമല്ലേ? ഞാൻ എൻ്റെ പഴയ ബാംഗ്ലൂർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒത്തിരി ദിവസം നമ്മുടെ നാട്ടിൽ നിന്നില്ലെങ്കിൽ കൂടെ എല്ലാവരുമായിട്ട് നിന്ന് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നു. ആ കല്യാണ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര, എനിക്ക് ആ പുഴയെ പോയതും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരുവാണ്. എനിക്ക് തോന്നും അവിടെ പോയി നിൽക്കുകയാണെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വരണ്ടേ തിരിച്ച്. അപ്പോൾ വന്നപാടെ നിങ്ങൾക്കറിയാലോ, വന്നപാടെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിലെ പകുതി പണി ഒന്നും ചെയ്തില്ല, ഒരു വാഷിംഗ് പോലും ചെയ്തിട്ടില്ല. വന്ന് ഞാൻ കുറച്ച് കിടന്നു. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഇപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയാണ്. എനിക്ക് മൺഡേ വരെ നൈറ്റാണ്. അപ്പോൾ ഉണ്ടല്ലോ, എന്തെന്നറിയോ, നമ്മുടെ ഇവിടെ ഇപ്പം തമിഴ്നാട്ടുകാർക്ക് പൊങ്കൽ സ്റ്റാർട്ടായിട്ടുണ്ടല്ലോ, അത് ട്യൂസ്ഡേ ആണ്. അതേ സെയിം ഡേ ആണ് നമ്മുടെ കർണാടകത്തിൽ ഫെസ്റ്റിവൽ സ്റ്റാർട്ടായിരിക്കുന്നത്. അപ്പം നമ്മുടെ വർഷത്തെ ആദ്യത്തെ ഫെസ്റ്റിവലാണ്. അപ്പം നമ്മളെന്നറിയോ, വീടെല്ലാം ഒരു അടിച്ച് തുടച്ച് പാത്രങ്ങൾ ഇരിക്കുന്ന പൊക്കത്തിരിക്കുന്ന പാത്രങ്ങൾ എടുത്ത് താഴെ വെച്ച് അതും പിന്നെ ഉരച്ച് ഒക്കെ ഇരുന്ന ഒരു തുണി പോലും വീട്ടിലുണ്ടാവില്ല വാഷ് ചെയ്യാതെ. അങ്ങനെ എല്ലാം എടുത്ത് വാഷ് ചെയ്യുന്നൊരു ഫെസ്റ്റിവലാണ് ഈ സംക്രാന്തി എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാർക്ക് പൊങ്കൽ എന്ന് പറയുന്നത്. നമുക്ക് വിഷു എന്നല്ല ആദ്യത്തെ ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഫെസ്റ്റിവലാണ്. അപ്പം നമ്മൾ ഈ സംക്രാന്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇലകളൊക്കെ ഇങ്ങനെ പഴയ ഇലകളൊക്കെ പോയിട്ട് നല്ല ഗ്രീനിഷായി വരുന്ന സമയമില്ല. അപ്പം നമ്മൾ കുറേ നമ്മൾ വിളവെടുക്കുന്ന സമയം, മീൻസ് വിളവെടുക്കുന്നല്ല, കൃഷി ചെയ്യാൻ തുടങ്ങുന്നതും പിന്നെ അങ്ങനെ ഒരു നല്ലൊരു സമയമല്ല. അതുകൊണ്ടാണ് നമ്മൾ സംക്രാന്തി നമ്മൾ നല്ല ഫെസ്റ്റിവലൊക്കെ ചെയ്യുന്നത്. അപ്പം എന്നെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. വീട്ടിൽ വിളിച്ചാൽ എനിക്ക് പോകാൻ പറ്റില്ല, അന്നത്തെ ദിവസമേ പോകാൻ പറ്റുള്ളൂ. കാരണം ഇവിടെയും ക്ലീൻ ചെയ്യണം, പിന്നെ എനിക്ക് ഡ്യൂട്ടിയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഇല്ലെങ്കിൽ ഞാൻ ചില സമയത്ത് ഇപ്പം ഈ പ്രാവശ്യം ആയതുകൊണ്ട് കേട്ടോ, ഒത്തിരി നമ്മുടെ ഹോസ്പിറ്റലിൽ തമിഴിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്കും ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ലീവൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓൾറെഡി ഞാൻ 12 days എടുത്തേ. അപ്പം അന്നത്തെ ദിവസം പോയിട്ട് പിറ്റേ ദിവസം ഓടി തിരിച്ചു വരും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ സമയമുണ്ടെങ്കിൽ ഇടാം. അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് എനിക്കധികം വീഡിയോ ഇടാൻ പറ്റില്ല. കാരണം വീട്ടിൽ എന്ന് പറഞ്ഞാൽ കുറേ പേരൊക്കെ ഉള്ളപ്പം നമുക്കങ്ങനെ ഇവിടുത്തെ പോലെ ഫ്രീ ആയിട്ടൊന്നും വീഡിയോ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ നാട്ടിൽ പോകുമ്പോൾ അങ്ങനെ എടുക്കാത്തത്. ഇപ്പം എടുക്കാൻ പറ്റില്ല, എടുക്കാം. നല്ല നേച്ചറും നല്ല പ്ലേസാണ്, നല്ല ഹിൽസൊക്കെ ഉണ്ട്, ടെമ്പിളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു ദിവസം പോയി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അപ്പം ഞാൻ ഇന്ന് എന്താണെന്നറിയോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ നമ്മുടെ ബ്രെഡും കൊണ്ടൊരു ഉപ്മാവ് ഉണ്ടാക്കുകയാണ്. ഞാൻ ഇതുവരെ സമയം 10:30 കഴിഞ്ഞു, ഞാൻ കഴിച്ചിട്ടില്ല. കാരണം വന്നവിടെ കുറച്ച് പിന്നെ വീടൊക്കെ കുറേ ദിവസമല്ലേ ക്ലീൻ ചെയ്തു, ഡസ്റ്റൊക്കെ ചെയ്തിന് തുടച്ചു. പിന്നെ കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ചെയ്തു. അപ്പം അത് കഴിഞ്ഞാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം വരൂ. അപ്പം നമുക്ക് ഉപ്പുമാവ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിന് നമ്മൾ ബ്രെഡ് ബാത്ത് എന്നും പറയും, പിന്നെ നമ്മൾ ബ്രെഡ് ഉപ്പുമാവ് എന്നും പറയും. ഇത് ഞാൻ ബ്രൗൺ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. കടല, പിന്നെ വേണ്ടത് നമുക്ക് പച്ചമുളക്, കറിവേപ്പില, പിന്നെ നിങ്ങൾക്ക് നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ട് ഞാനതെടുത്ത് കാണിക്കുന്നില്ല നിങ്ങളെ. നമ്മുടെ ജീരകം വേണം, പിന്നെ കടുക് വേണം. പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് നിങ്ങൾക്ക് എന്താ വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ പരിപ്പ് കടലില്ലേ, പരിപ്പ് കടല ഉഴുന്നുണ്ടെങ്കിൽ നല്ലതാണ്, അത് ഞാൻ ഇടുന്നില്ല. പിന്നെ കുറച്ച് തക്കാളി, ഇത്ര സാധനങ്ങൾ മതി കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് വേണം, പിന്നെ ഒനിയൻ. നമുക്ക് പിന്നെ ഇത് കൊടുക്കാനായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കടല വേണം, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് തക്കാളി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എളുപ്പപ്പണിക്ക് ഇത് വാങ്ങിച്ചതാണ്. പിന്നെ വേണ്ടത് കടുക്, ജീരകം. നിങ്ങൾക്ക് നമ്മുടെ കടലപ്പരിപ്പില്ലേ, കടലപ്പരിപ്പും പിന്നെ ഉഴുന്നുപരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിടുന്നത് നല്ലതാണ് കേട്ടോ, നമ്മൾ മീൻസ് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. പിന്നെ വേണ്ടത് കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് ടർമറിക്. ഇത്ര സാധനങ്ങൾ മതി. അപ്പം നമ്മുടെ വെസൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളേ. ഞാൻ കുറച്ച് കൂടുതലാണ് ഗീ ഇടുന്നത്, അതുകൊണ്ട് കുറച്ച് മതി. നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് നെയ്യ് ഒഴിച്ചത് കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇടാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ജീരകം ഇടണം. നല്ല പൊട്ടി വരുന്നുണ്ടേ, കണ്ടോ. കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ട് നമുക്ക് കുറച്ച് ജീരകം ഇടാം കേട്ടോ. ജീരകം നല്ലതാണ് കേട്ടോ ഡൈജഷന്. നിങ്ങൾ ജീരകം എല്ലാത്തിനും ഇടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് മാറ്റി വെച്ച കടല ഇടാം കേട്ടോ. കടല എന്തിനാണ് ഇടുന്നറിയോ, നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല കടിച്ചിരിക്കും.
തീ കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് ഇടാവേ, പച്ചമുളകും കരിവേപ്പിലയും കൂടെ. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിനകത്ത്, അതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ ഉള്ളി ഇടാം. ഇത് പിള്ളേർക്ക് കൊടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇപ്പം നമുക്ക് പിള്ളേർ മീൻസ് LKG പോകുന്ന പിള്ളേർക്കും UKG എവിടെ പോകുന്ന പിള്ളേർക്കാണെങ്കിലും പെട്ടെന്ന് നമ്മൾ ചെയ്ത് കൊടുക്കാൻ വളരെ ഈസിയായ റെസിപ്പിയാണ്. ഇതിപ്പം എനിക്കും ഈസി ആയിട്ട് വേണ്ടേ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന. ഉള്ളി ഏകദേശം വഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചിട്ടാൽ മതി, അധികമൊന്നും വേണ്ട കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ മാറ്റി വെച്ച് തക്കാളി ഇനി നല്ലപോലെ വഴഞ്ഞു. ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. തക്കാളി നമുക്ക് കുറച്ച് മഞ്ഞളിടാം. അപ്പം നമ്മുടെ എല്ലാ ഐറ്റവും നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുറച്ച് ചാറ്റ് മസാല, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ഇടാം കേട്ടോ. ഞാൻ ഗരം മസാല ഉണ്ട്, അപ്പം ഞാൻ ചാറ്റ് മസാല ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡിൽ അതെടുക്കാം. ഞാൻ എടുത്തത് ബ്രൗൺ ബ്രെഡാണെന്നേ ഉള്ളൂ. ഇത് നല്ല പോലെ ആയിട്ട് നമുക്ക് ബ്രെഡ് ഇടാം. നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ. ഞാൻ കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ, ഉച്ചക്കത്തേക്കൂടെ കൂടിയാ. കാരണം ഇത് വെന്ത് വരുമ്പോൾ കുറച്ചുണ്ടാവുള്ളേ, അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതുകൊണ്ടെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് മൂടി വെക്കാം കേട്ടോ. ഇത് കണ്ടോ, ബ്രെഡ് ഉപ്മാവ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുൾ അല്ലേ. ഇതുണ്ടല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വെച്ചാൽ കൂടുതൽ നമുക്ക് ഈവനിങ് ചായ കുടിക്കാൻ, ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതുണ്ടോ, നിങ്ങൾ നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല സോഫ്റ്റ് ഒന്നുമല്ല, നല്ല ക്രിപ്സി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നമ്മുടെ ബ്രൗൺ ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ ഉപ്പ് അധികം ഇടുന്നില്ല. അതിനകത്ത് ഉപ്പുണ്ടല്ലോ, കുറച്ച് ഉപ്പൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടാൽ മതി. ഇതുണ്ടോ, നമ്മുടെ ആ കടലയൊക്കെ കണ്ടില്ലേ, ഇത് കണ്ടോ. അപ്പോൾ ഒരു കട്ടൻ ചായയുടെ ഒക്കെ കൂടെ, ഇപ്പോൾ ഭയങ്കര തണുപ്പല്ലേ, നമുക്ക് ഈവനിങ്ങിലൊക്കെ ഇരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഒരു ഗ്ലാസ് ചായ കൊടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എൻ്റെ റെസിപ്പി ഇത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ, ടേക്ക് കെയർ.